ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ള ഒരു വിഭവമാണ്. ഇത് ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ്, കോഴിക്കറിയും പിടിയും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവാള, അപ്പോൾ ഒരു വലുതും ഒരു ചെറുതും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല വലുതാണ്. പിന്നെ ഒരു വലിയ തക്കാളി, ഇത് രണ്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഇതിനായിട്ടൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഒരു കഷ്ണം കറുവപ്പട്ട, ജാതിപത്രി ഒരു 2 ഇതള്, തക്കോലത്തിൻ്റെ 3 ഇതള്, ഒരു 5 ഗ്രാമ്പൂ. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 20 വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. അപ്പോൾ 20 എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയ വെളുത്തുള്ളിയാണ്. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്. കടയിൽ നിന്ന് മേടിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടാം കേട്ടോ. ഇതിലേക്ക് സവാള ചേർക്കാം. സവാള നമുക്ക് അധികം കിടക്കുന്നതാണ് ചിക്കനിൽ ടേസ്റ്റ് കേട്ടോ. ഇതൊന്ന് വഴന്ന് വരണം. സവാള ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇത് സവാള മൂത്തു. ഇതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ തക്കാളി ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചേക്കുന്നത്. ഇനി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യമുള്ള ഉപ്പ്. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് അടച്ചു വെക്കും കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്നു വരും. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കാം. അപ്പോൾ തക്കാളിയുടെ തൊലി കളഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു. പിന്നെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിരുന്നല്ലോ. അപ്പോൾ തക്കാളി ഇട്ട ശേഷം ഉപ്പ് ചേർക്കാന്നുണ്ടെങ്കിലും തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്നു വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അധികം ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുപോലെ ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്തേക്കുന്നത് കാശ്മീരി ചില്ലി അല്ല കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാശ്മീരി ചില്ലി മതി എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇതിങ്ങനെ പൊടി ഇട്ട ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാല ഞാൻ ഫുള്ളായിട്ട് ആദ്യമേ തന്നെ എണ്ണയ്ക്കകത്ത് ഇട്ടിരുന്നല്ലോ. അതുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗരം മസാല പൊടി ചേർത്തേച്ചാൽ മതി. അതിപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമല്ലോ അത്. ഇപ്പോൾ ആ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്തും എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ തെളിഞ്ഞ് കാണാത്തത്. എന്നാലും പക്ഷേ നമുക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇച്ചിരി കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ച ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറയ്ക്കാം കേട്ടോ. പിന്നെ ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്തേച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കണ വെള്ളം തിളച്ചിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടങ്ങ് കുറയ്ക്കുക. കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. കുറച്ച് സമയമായിട്ടുണ്ട്. ചിക്കൻ്റെ അകത്തുനിന്നും ഒക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഇളക്കി കൊടുക്കാം. കറിക്ക് കുറച്ചും കൂടെ കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി ചേർക്കാം. അതുപോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ.
വീണ്ടും അടച്ചു വെക്കാം. ചിക്കൻ ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അത് കുറച്ച് ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രം ഒന്ന് കലക്കി ഒഴിക്കുകയാണ്. ഒരു 1/4 വേവൊക്കെ ആകുമ്പോഴത്തേക്കാട്ടോ തേങ്ങാപ്പാൽ ചേർക്കേണ്ടത്. ഇനി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഗരം മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ, ആ ഗരം മസാലയുടെ ഒരു ടേസ്റ്റ് നല്ലപോലെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതുകൂടെ കിടന്നിട്ട് കുറച്ചും കൂടെ വേകാനുണ്ടല്ലോ, അതും കൂടെ ഒന്ന് വേകട്ടെ കേട്ടോ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കനെല്ലാം നന്നായിട്ട് വെന്തു. അതാ ഇത് ഇത്രയും ഗ്രേവിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ പിടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ, അപ്പോൾ ഇച്ചിരി ഗ്രേവിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് വറുത്തിടുന്നുണ്ട്. ഇത് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിൻ്റെ അകത്തേക്ക് ഒരു 5 ചെറിയ ഉള്ളി ഇങ്ങനെ വട്ടത്തിലരിഞ്ഞത്, വറ്റൽമുളക് അത് ഒരെണ്ണം കേട്ടോ, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് ആ ഉള്ളി ഒന്ന് ഒരു ചെറിയൊരു ബ്രൗൺ നിറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഇതേപോലെ ഒന്ന് ചെറിയൊരു ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇത് ഉള്ളിയൊക്കെ വറുത്തിടലുണ്ട് കേട്ടോ. ചില സമയത്ത് കടുക് പൊട്ടിച്ച് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഇടിയപ്പത്തിൻ്റെ പൊടി, അത് വറുത്തതാണല്ലോ. ഉപ്പ് ചേർത്തിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു 4 ചെറിയ വെളുത്തുള്ളി കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ 2 വെളുത്തുള്ളി മതി ചതച്ചത്. അപ്പോൾ അത് ഫുള്ളിടണ്ട കേട്ടോ, ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. ഞാൻ ഇട്ടപ്പോൾ ആദ്യം അങ്ങ് ഫുള്ളങ്ങ് ഇട്ട് പോയിട്ട്, അപ്പോൾ കുറച്ച് ഞാൻ അടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. 5 ചെറിയ ഉള്ളി ചതച്ചത്, അതും ഇതുപോലെ കുറച്ചേ ഇടുന്നുള്ളൂ, നമുക്ക് ബാക്കി വേണം. ഇനി ഇത് നന്നായിട്ട് ഇതിലേക്കൊന്ന് യോജിപ്പിക്കാം. അരിപ്പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം പൊടിയിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. വെള്ളം ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ കുഴയ്ക്കുന്നത് കറക്റ്റ് ആകത്തില്ല. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഇട്ട് ഒഴിച്ചേക്കണത്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്നിങ്ങോട്ട് യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചേർക്കാം. 1 ടീസ്പൂൺ ജീരകം ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ ഉരച്ചിട്ട് ആണ് ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് നല്ല ചൂടാണ്. ചൂടാറിയതിന് ശേഷം നമ്മളിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം കേട്ടത്. അപ്പോൾ ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവായിട്ടുണ്ട്. നമുക്കിനി കൈ കൊണ്ട് ഒന്ന് ഇത് മയപ്പെടുത്തിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇതൊന്ന് കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ. ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് നമുക്ക് കുഞ്ഞി ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. ഇതേപോലെ നമുക്ക് എല്ലാം കുഞ്ഞി ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ കുറച്ചൊക്കെ ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. വലിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഒന്നിൻ്റെ പുറത്ത് ഒന്നൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടാത്ത രീതിയിൽ ഇങ്ങനെ അകത്തി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പിടി ഉണ്ടാക്കാം. പിടി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2.5 കപ്പോളം വെള്ളമുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 5 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയല്ലേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചേർത്തേക്കണ തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പ്, ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഒരു 2 ടേബിൾ സ്പൂണോളം ഈ വെള്ളത്തിലേക്ക് ചേർക്കണേണ്. അപ്പോൾ ഇത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമല്ലേ, അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് തന്നെയാണ് ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് ചേർത്തേക്കുന്നത്. നമ്മൾ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ അരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇനി വേറെ സെപ്പറേറ്റ് ആയിട്ട് കലക്കിയിട്ട് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഇതേപോലെ നന്നായിട്ട് ഇത് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് എസൻസ് നന്നായിട്ട് ഇതിലേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റേ ബോൾസ് ഉണ്ടല്ലോ, അരിയുടെ ബോൾസ്, അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പൊട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും കേട്ടോ. അതുപോലെ എല്ലാം കൂടെ കട്ട പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിത് അകത്തി ഒന്ന് ഇട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് എല്ലാ ബോൾസും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇതൊന്ന് വേഗട്ടെ കേട്ടോ. ഇപ്പോൾ കുറച്ച് സമയം ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ച വെള്ളം ഒഴിച്ച് ഇതാക്കിയ മാവൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ആയിക്കോളും. അപ്പോൾ നമ്മുടെ പിടി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇതാട്ടോ പിടി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. നമ്മുടെ പിടി നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇത് ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വിഭവമാട്ടോ പിടിയും കോഴിയും. അപ്പം ഈ ക്രിസ്മസിനോ ന്യൂ ഇയറിനോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.